ഇന്ന് കൃത്യം 2:50 കൂടിയാണ് അപകടമുണ്ടായത്. വൈക്കൽ ജംഗ്ഷനിലാണ്. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് എതിർദിശയിൽ വന്ന വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. എതിർദിശയിൽ വന്ന ടാങ്കർ ലോറിയാണ് ഈ അപകടത്തിൽ തന്നെ തൊട്ട് സമീപത്തായിട്ട് മറ്റൊരു ഓർഡിനറി ബസ്സും നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലും ഇടിച്ചു. അങ്ങനെ വലിയ ഒരു അപകടമാണ് ഇന്ന് ഉണ്ടായത്. അപകടത്തിൽ ടാങ്കർ ലോറി ഡ്രൈവർക്ക് അടക്കം ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഒരു അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടതായിട്ടുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അപകടത്തിൽ പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലടക്കം പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കണ്ടക്ടർക്കും ഡ്രൈവർക്കും അടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഈ അപകടം നടന്നപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിനുമായിട്ട് പൊതുപ്രവർത്തകർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചറിയാം, ശരിക്കും ഇത്തരം അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ടോ? എങ്ങനെയാണിത്? ഇത് അപകടങ്ങളുടെ ഒരു കേന്ദ്രമാണെന്ന് തന്നെ പറയാം. വൈക്കൽ, പുലിക്കോട്, പനവേലി, അതുപോലെ തന്നെ ചടയമംഗലം, കമ്പങ്കോട് നിരവധി പേരുടെ ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ നോക്കിയാൽ മതി, നേരിട്ട് ഈ തോട്ടിലേക്ക് പോയി ഒരു തിരുമേനി മരണപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഇതിന് ക്ലോസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നില്ല അതിനുവേണ്ടി സൈഡിലൊക്കെ. അതുപോലെ തന്നെ ഇവിടെ നിരവധി പഠനങ്ങൾ നടത്തി, നാറ്റ്പാക് ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ ഏജൻസികൾ വന്ന് പഠനങ്ങൾ നടത്തിയിട്ട് ഈ സ്പീഡ് നിയന്ത്രിക്കുന്നതിനുള്ള ഹമ്പുകൾ അതുപോലെ ബമ്പുകൾ സ്ഥാപിക്കണം. അതുപോലെ തന്നെ ഉമ്മന്നൂർ റോഡിൽ നിന്നും വന്ന് ഈ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ഇറങ്ങുന്ന ഒരു 3 മുക്കാണ്. അപ്പോൾ അവിടെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന് ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ, ഈ നിയോജക മണ്ഡലത്തിൻ്റെ ആൾക്കാർ, മന്ത്രിമാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നു വാഗ്ദാനം തന്നു പോകുന്നതല്ലാതെ ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ യഥാവിധി സ്ഥാപിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സ്പീഡ് നിയന്ത്രിക്കാൻ. ഇപ്പം തന്നെ അമിത വേഗതയിൽ വന്നിട്ടുള്ള KSRTCയുടെ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഒരു ഓർഡിനറിയെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു ടാങ്കർ ലോറി വന്ന് ഇടിക്കുകയായിരുന്നു. അമിത വേഗതയാണ്. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ട അധികൃതർ ഉറങ്ങുകയാണ്. ഇത്തരം പഠനങ്ങൾ മാത്രം നടത്തുക, നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. വലിയ അപകടമായിരുന്നു. ആ സമയത്ത് നിങ്ങളെ കൂടി എത്തിയോ? നമ്മളെ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ വിളിച്ച് പറഞ്ഞ ആൾക്കാർ വിളിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ആവാൻ സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളിപ്പോഴും ഇവിടെ ഈ അപകടം ഉണ്ടായത് നമ്മുടെ ഇവിടെ ബസ് കിടന്നാലും ഈ ഒരു ഭാഗത്ത് ബസ് കിടന്നാലും അമിത വേഗത്തിലെത്തുന്ന KSRTC സൂപ്പർ ഫാസ്റ്റുകളായാലും ഫാസ്റ്റ് പാസഞ്ചറായാലും ഓവർടേക്ക് ചെയ്യുക, ആ ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ശരിക്കും സിഗ്നൽ ലൈറ്റുകളൊരു അഭാവമാണോ? ഉണ്ട്. അപ്പം നേരത്തെ വെച്ചാൽ ഇവിടെ സ്പീഡ് ബ്രേക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ റോഡ് നിർമ്മിച്ച ശേഷം നിരന്തര അപകടങ്ങളാണ്. ഈ മാസം 1, 2, 3 അപകടങ്ങൾ നമ്മളെപ്പോഴും കാണാം. ഈ റോഡിലൂടെ യാത്ര ചെയ്താൽ എപ്പോഴും കാണാം. അതേപോലെ ഈ ബസ് നിർത്തിയിട്ടിരിക്കുമായിരുന്നു. ആ ബസ് ഓവർടേക്ക് ചെയ്ത് ടാങ്കർ ഇടിച്ചതാണ്. അപ്പോഴും ഈ ഒരു സ്പീഡ് നിയന്ത്രിക്കാൻ അതിരുടെ ഭാഗത്തുനിന്ന് ഒരു കർശനമായ ആ ഒരു നടപടി വേണം. അതുപോലെ ഈ സ്ട്രീറ്റ് ലൈറ്റ്, ഇവിടുത്തെ ലൈറ്റുകൾ, ബ്രേക്ക്, അതെല്ലാം അതിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഒരു ജനപ്രതി എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശരി, ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നല്ലേ? എങ്ങനെയായിരുന്നു അപകടം? അപകട സമയത്തില്ലായിരുന്നു. പക്ഷേ അപകടം അത് അറിഞ്ഞുകൊണ്ടാണ് ഓടി വന്നപ്പോൾ 3 വണ്ടികൾ അറിയുന്ന സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കിടക്കുന്ന ബസ് അവിടെ കിടക്കുകയായിരുന്നു. ആളെ ഇറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അമിത വേഗത്തിൽ വരുന്ന നമ്മുടെ കോട്ടയം ഫാസ്റ്റ് കാരണം ടാങ്കർ ലോറി അവിടെ നിന്ന് വരുന്ന വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. കാരണം അത് നല്ല സ്പീഡിൽ തന്നെ വരാം. നല്ല മെയിൻ റോഡാണ്. അപ്പോൾ ആ വണ്ടി അതിൻ്റേതായ സൈഡിലൂടെ വൃത്തിയായിട്ട് കാര്യമായിട്ട് വരികയാണ്. അപ്പോഴാണ് ഈ വണ്ടി ഓവർ സ്പീഡായിരുന്നു. അവിടെ സ്റ്റോപ്പ് ആളിറങ്ങാൻ ഇല്ലായിരുന്നു തോന്നുന്നു. നല്ല സ്പീഡിൽ വന്നു ഇടിച്ചു കയറി. ടാങ്കർ ലോറിയുടെ ആളുടെ ഡ്രൈവർ മൊത്തത്തിൽ ജാമായി. ആ പുള്ളിക്ക് എന്തോ കാര്യമായ പരിക്കുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെയും വാഹനത്തിലിരുന്ന നിരവധി പേർക്ക് പരിക്കുകളുണ്ട്. താഴെ വീണവരുണ്ട്. എല്ലാവരും ഒരു പരുവത്തേക്കൂടെയൊക്കെ പറക്കി എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വെട്ടിപ്പൊളിച്ചാണോ? വെട്ടിപ്പൊളിച്ചെന്ന് പറഞ്ഞാൽ കൊണ്ട് ഈ ടാങ്കർ ജാമായി കഴിഞ്ഞാൽ കൊണ്ട് ഇത് വളരെ നല്ലൊരു പുള്ളിയുടെ ഈ നെഞ്ച് ഭാഗവും കൈയെല്ലാം കൂടെ പുള്ളി നല്ലോണം പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ഇത് ജാമായിരുന്നതാണ്. അങ്ങനെ പിന്നെ ഫയർഫോഴ്സ് വന്ന് കയറിട്ട് കെട്ടി വലിച്ച് ബാക്ക് എടുത്തിട്ടാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്ത് ആംബുലൻസിൽ കൊണ്ടുപോയത്. പുള്ളിയുടെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും ഈ MC റോഡിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ യഥാർത്ഥത്തിൽ ആയൂർ മുതൽ വലിയ രീതിയിലുള്ള ബ്ലോക്കുകളാണ്. അപ്പം കുറേ നേരം ബ്ലോക്കുകളിൽ കിടന്നിട്ട് അപ്പോൾ ആ ബ്ലോക്കിൽ കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് തീർക്കാൻ വീണ്ടും ബാക്കിയുള്ള വണ്ടികൾ അത്യസ്പീഡിലാണ് വരുന്നത്. അപ്പോൾ KSRTCയെ സംബന്ധിച്ചിടത്തോളം അവർ തൊട്ട് മുമ്പേ പോകുന്ന മറ്റൊരു KSRTCയെക്കാളും ഓടിയെത്തുവാൻ, അത് ഇപ്പം പ്രൈവറ്റ് ബസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ KSRTCയുടെ ഓർഡിനറി ആണെങ്കിൽ ഇപ്പോൾ ഒരു ഓർഡിനറി നിർത്തിയിട്ടിരുന്നു. അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് നേരായ ദിശയിലൂടെ വന്നൊരു ടാങ്കർ ലോറി ഇടിച്ചത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ആയൂർ പോലെയുള്ള സ്ഥലങ്ങളിലുള്ള വലിയൊരു ബ്ലോക്ക് 10-20 മിനിറ്റോളം ചിലപ്പം ബ്ലോക്കിൽ കിടക്കേണ്ടി വരും. ആ ബ്ലോക്കിൽ നിന്ന്
പെട്ടെന്ന് വിട്ടുകയറി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രൈവർമാർ അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ ഇത്ര സ്പീഡിൽ പോകുന്നത്. നമ്മുടെ അധികാരികൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരങ്ങളും എം സി റോഡിൽ ചെയ്യുന്നില്ല. കാരണം എം സി റോഡിൽ വാഹനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമ്പോഴും റോഡിന് അതിനനുസരിച്ചുള്ള വികസനങ്ങൾ അത് വെറും വാഗ്ദാനങ്ങളായി മാത്രം അവശേഷിക്കുന്നു. സിഗ്നൽ ലൈറ്റുകളെല്ലാം വെറുതെയാണ്. ഒരു തരത്തിലുള്ള സിഗ്നൽ ലൈറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. പിന്നീട് ഈ അപകടമുണ്ടായപ്പോൾ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരും പെട്ടെന്ന് തന്നെ ഈ പറയുന്ന നമ്മുടെ മറ്റ് ഫയർഫോഴ്സ് അടക്കമുള്ളവർ വന്നു. എല്ലാവരുടെയും ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ വലിയ പെട്ടെന്നുള്ളൊരു ഉത്തരവാദിത്തപരമായ നീക്കത്തിലാണ് കാര്യങ്ങളെ ഇപ്പോൾ സ്ഥിതിഗതിയിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്, അധികാരികൾ ഇതെങ്കിലും ഒരു ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാത്ത വിധത്തിലുള്ള സിഗ്നൽ സംവിധാനങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണുള്ളത്. അതുതന്നെയാണ് അമിത വേഗതയും സിഗ്നൽ ലൈറ്റുകളുടെ അഭാവമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണം. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരമാണ് ആവശ്യപ്പെടുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര.